രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വേളയിൽ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശാരുതിക്കൊപ്പമാണ് ഞാനുള്ളത്. നമുക്ക് ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ നടക്കുന്നതിൽ പങ്കെടുക്കാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ടാണ്. എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് നയിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു. സമസ്ത മേഖലയും സ്പർശിക്കുന്ന രീതിയിലേക്കുള്ള വലിയ വികസന നേട്ടങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലൈഫ് മിഷൻ ആവട്ടെ, ജാഗ്രതാ സമിതി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാവട്ടെ, അംഗനവാടി, അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളാവട്ടെ, വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ വഴി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിനകത്താണ് ഒന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസ് ആണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്? കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പഞ്ചായത്തുകളുടെ പ്രകടനവും പുരോഗതിയും വിലയിരുത്തിക്കൊണ്ടുള്ളൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സുസ്ഥിര വികസന സൂചികകൾ എത്ര ഫലപ്രദമായിട്ട് നടപ്പിലാക്കി, അല്ലെങ്കിൽ അത് കൈവരിക്കുന്നതിന് വേണ്ടി എത്രമാത്രം പദ്ധതികൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതൊക്കെയായിരുന്നു അതിൽ പരിശോധിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നമുക്ക് എ ഗ്രേഡ് ലഭ്യമാവുന്നതിന് വേണ്ടി സാധിച്ചു. 6 പഞ്ചായത്തുകൾക്കാണ് കേരളത്തിൽ എ ഗ്രേഡ് ലഭ്യമായിട്ടുള്ളത്. അതിലൊന്നായി മാറുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മികച്ച ഭരണം എന്നുള്ള തീമിൽ, അതായത് ഗുഡ് ഗവേണൻസ് എന്ന തീമിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതായി മാറുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥലമുള്ള മുഴുവൻ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മികച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജാഗ്രതാ സമിതി അവാർഡ്, അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ, ക്ലീൻ ഒളവണ്ണ എന്നുള്ള ടാഗ് ലൈനോടുകൂടി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നിരവധി അംഗീകാരങ്ങൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അംഗനവാടിയായി തിരഞ്ഞെടുത്തത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള 3-ാം വാർഡിലുള്ള കളിവീട് അംഗനവാടിയാണ്. മികച്ച ICDS സൂപ്പർവൈസറായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ സബിത സൂപ്പർവൈസറെയാണ്. ഇത്തരത്തിലുള്ള നിരവധി നേട്ടങ്ങളാണ് കഴിഞ്ഞ കാലയളവിൽ നമ്മളെ തേടി എത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഒന്ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ മുറ്റം എന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ മൊബൈൽ പരിജ്ഞാനമുള്ള കുറച്ച് ആളുകളെ നമ്മൾ സംഘടിപ്പിക്കുകയും അവർ RPമാരായി നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ഒക്കെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം നമ്മൾ നടത്തി. നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് വയോജനങ്ങൾ, 60 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോണിലൊരു ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള വളരെ മനസ്സ് നിറയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷികളാവാൻ കൂടി ഞങ്ങളുടെ ഭരണസമിതിക്കും നമ്മുടെ ഉദ്യോഗസ്ഥർക്കും സാധിച്ചു. ഈ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു ആ സമയത്തിൻ്റെ സംസ്ഥാനത്ത് പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാൾ എന്നുള്ളതൊക്കെയായിരുന്നു വരുന്ന സമയത്ത്. അപ്പം ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളും ഈ ഭരണസമിതിക്കകത്തുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം തന്നെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലം കൂടെയല്ലേ ഇത്? തീർച്ചയായിട്ടും അത് നമ്മുടെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓരോ നേട്ടങ്ങളും കൈവരിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്ത് നിന്ന് ഏകദേശം 6ഓളം പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് അല്ലേ? അതെ, 5 പഞ്ചായത്തുകളിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് എല്ലാവിധ ആശംസകളും, ഒപ്പം തന്നെ ഇതേപോലുള്ള ഭരണ നേട്ടങ്ങൾ തുടരാനും കഴിയട്ടെ. താങ്ക് യു.